ഞാൻ മനോഹരൻ നായർ, കുറിയ തെങ്ങിൻ്റെ വലിയ പ്രചാരകൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. കഴിഞ്ഞ 38 വർഷമായി ഞാൻ ഈ മേഖലയിൽ നിൽക്കുകയാണ്. തെങ്ങ് കൃഷിയിൽ നിന്നും കർഷകൻ പുറംതിരിഞ്ഞപ്പോൾ എന്താണ് കാര്യമെന്ന് വെച്ചാൽ തെങ്ങ് കയറാൻ ആളില്ല, തെങ്ങിന് അസുഖം, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ഏകദേശമുള്ള ഒരു 28ഓളം ഇനം തെങ്ങിൻ തൈകൾ വിത്ത് തേങ്ങകൾ കണ്ടെത്തി തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പോയി ചെയ്ത് കായ്പിച്ചു കൊടുത്തും കൊല്ലം തൊട്ട് ആൾ ഇന്ത്യ മൊത്തവും വിദേശ രാജ്യങ്ങളിലും കൊറിയറിലും വിട്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നാളികേര വികസന ബോർഡിൻ്റെ സബ്സിഡി കൂടെ അംഗീകാരമായി വന്നപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് സജീർ എന്ന് പറയുന്ന കക്ഷി മെട്രോ ഗാർഡൻസിൻ്റെ ഉടമ, പുള്ളി ഞാനും കൂടെ ചേർന്നാണ് ഇത് ഇപ്പം വ്യാപകമായിട്ട് നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം 25,000-ഓളം വിത്ത് തേങ്ങ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 15,000-ഓളം പാകിയിട്ടുണ്ട്. അതിൽ വിവിധ ഇനങ്ങൾ കാണിക്കാം. വ്യാപകമായിട്ട് തെങ്ങ് കൃഷിയെ സംബന്ധിച്ച് പരാതി ഉയരുന്ന കാലത്ത് തെങ്ങ് ഒരു ഗുണനിലവാരമില്ലാത്ത തൈകൾ തമിഴ്നാട്ടിലും അവിടെയും ഇവിടെയും കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് നഴ്സറിക്കാർക്ക് കർഷകരെ കളിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കൃഷി വകുപ്പിൻ്റെ ശ്രദ്ധയിൽ അത് ഞാൻ പെടുത്തിയതുമാണ്. ഇപ്പോൾ അതിനുവേണ്ടി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ പോയി ചെയ്ത് കായ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത ആണ് ഈ മേഖലയിൽ വരുന്നത്. അടുത്ത മെയ് ജൂൺ കാലത്ത് ഒരു 25,000-ഓളം തെങ്ങിൻ തൈ ഉണ്ടാക്കിയ കൃഷിഭവനും ആവശ്യമുള്ള കർഷകർക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ഈ നഴ്സറി തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 30ഓളം വെറൈറ്റി ഉണ്ട്. അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. ഇതിപ്പോൾ കർഷകർ മൊത്തവും ആവശ്യപ്പെടുന്ന ഒരു ഇനം ഗംഗ ബോണ്ടം 3-ാം വർഷം കായ്ഫലം തുടങ്ങും. ഏകദേശം ഒരു 60 വയസ്സ് വരെ നിൽക്കും എന്ന് പറയുന്നു. പുതിയ ഇനമായതുകൊണ്ട് എത്രമാത്രം ഇതാണെന്ന് നമ്മളത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. എങ്കിലും ഇത് നന്നായിട്ട് കായ്ഫലമുണ്ട്, കായ്ച്ചു നിൽക്കുന്നതാണ്. ഇത് ചന്ദ്രസങ്കര D/T എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് കൽപ്പസങ്കര, മലേഷ്യൻ യെല്ലോ, സണ്ണങ്കി, മലേഷ്യൻ ഓറഞ്ച് ഡാർഫ്, മലേഷ്യൻ ഗ്രീൻ ഡോർഫ്. പ്രകൃതിയുടെ വികൃതിയാണ്. 1, 2, 3 ഒരു വിത്ത് തേങ്ങയിൽ നിന്ന് മാത്രം വന്നതാണ്. ഇത് 1x2 ആണ്. ഒരു തെങ്ങിൽ നിന്ന് വന്നതാണ്. ഇതും 2 ആണ്. ഇത് കപ്പത്തെങ്ങാണ്. നമ്മൾ പണ്ട് കാലം മുതൽ കർഷകർ കൃഷി ചെയ്തത്. ഇത് യെല്ലോ ഡാഫ്, കൽപ്പശ്രീ, മലയൻ ഡോർഫ്, ചുരക്ക തേങ്ങ. അതിൻ്റെ പ്രത്യേകത ശരിക്കും ചുരക്ക പോലെയാണ് ഈ തേങ്ങ വരുന്നത്. 30-40 വണ്ണം ഒരു കുലയിൽ കാണും. അത് കൂടുതലും ഈ ശില്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. വീട്ടാവശ്യത്തിനും ഉപയോഗിക്കാൻ കൊള്ളാം തേങ്ങ. ഇത് സണ്ണങ്കി, ഇത് കൽപ്പമിത്ര, ഇത് കേരളം, ഇത് കൽപ്പസങ്കര, ചന്ദ്രലക്ഷ, കൽപ്പജ്യോതി, കൽപ്പരക്ഷ, ലക്ഷദ്വീപ് ഗ്രീൻ. ലക്ഷദ്വീപിൽ നിന്ന് എനിക്ക് വിത്ത് തേങ്ങ അയച്ചു തന്ന് ഞാനത് മുളപ്പിച്ചെടുത്തതാണ്. ഇത് ചന്ദ്രകൽപ്പ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. കേരചന്ദ്ര, കൽപ്പസൂര്യ, കൽപ്പപ്രതിഭ, കൽപ്പഹരിത, കൽപ്പത്തരു, ലക്ഷദ്വീപ് മൈക്രോ. ലക്ഷദ്വീപ് ഗ്രീനിനൊപ്പം വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് കൽപ്പതേനു, T/D, D/T, ചന്ദ്രസങ്കര, പഴയ കോമാണ്ടൻ റോസ്. ഇത് പഴയ കോമാണ്ടൻ. ഇത് കുറ്റിയാടി തെങ്ങിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. ഇത് കേരഗംഗ എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇത് കൽപ്പസങ്കര.
ബ്രാഞ്ചില്ലാത്തൊരു സാധനമാണ്. ഇത് ചാപ്പാണ്ണാണ്, ഇത് വണ്ണിൻ്റെ. ഇത് മുത്തുതേങ്ങ പാകിക്കുന്ന ബഞ്ചാണ്. ഇത് ഏകദേശം ഇത് ഗംഗാ കോണ്ടം എന്ന് പറയുന്നതാണ്. ഇതിപ്പോൾ മുത്തുതേങ്ങ നമ്മൾ നന്നായിട്ട് നന്നാക്കുന്നതാണ്. കെട്ടിയിറക്കി 30 ദിവസം വളർത്തി വെച്ചു, 10 ദിവസം കമിഴ്ത്തി വെച്ചു. നല്ല വേനലിൽ 24 മണിക്കൂർ വെള്ളത്തിയിട്ട് അതിന് ശേഷമാണ് പാകുന്നത്. അടിയിൽ നന്നായിട്ട് മണ്ണിളക്കി ചൈരിച്ചോറ് നിരത്തിയതിന് ശേഷം വെറ്റുകൾ പാകുന്നു. എന്നിട്ട് ഈ കിടക്കുന്നത് ചൈരിച്ചോറാണ്. പഴയ കാലങ്ങളിൽ ചിറയൻകീഴ്, അഞ്ചുതെങ്ങ് അവിടെയൊക്കെ പോകുമ്പോൾ ആവശ്യമുള്ള നമ്മൾക്ക് വെറുതെ വാരിക്കൊണ്ട് വരാമായിരുന്നു. ഇപ്പോൾ ഇത് ഒരു ലോഡ് ചൈരിച്ചോറ് ഇന്നലെ വന്നപ്പോൾ 19,000 രൂപയായി. അതാണ് ഇപ്പോൾ ചൈരിച്ചോറ് എക്സ്പോർട്ടിങ് കൂടെ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം അതുകൊണ്ടിത് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കൃഷി വകുപ്പിൻ്റെ അംഗീകാരമുണ്ട്, നാളികേര വികസന ബോർഡിൻ്റെ അംഗീകാരമുണ്ട്. ആയതുകൊണ്ട് കർഷകരുടെ ഭാഗത്തു നിന്നും ഒരു ഇത് കൂടെ ഉണ്ടാവാമെങ്കിൽ തെങ്ങ് കൃഷി പഴയതുപോലെ കേരളത്തിൽ മടക്കി കൊണ്ടുവരാം എന്നുള്ളൊരു താല്പര്യമാണുള്ളത്. എനിക്ക് പിന്നെ നാളികേര വികസന ബോർഡിൻ്റെ അപ്രൂവൽ ഉള്ളതുകൊണ്ട് 25 സെൻറ്റിന് പുറത്ത് വയ്ക്കുന്നവർക്കെല്ലാം സബ്സിഡി വാങ്ങിക്കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ട്. തെങ്ങ് കൃഷി വ്യാപിക്കുന്നതിന് വേണ്ടി കർഷകർക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളുമുണ്ട്. 25 സെൻറ്റ് പുറത്തിൽ നമ്മളിത് കൃഷി ചെയ്യുകയാണെങ്കിൽ നാളികേര വികസന ബോർഡിൻ്റെ സബ്സിഡി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. റബ്ബർ മുറിക്കുന്ന തോട്ടങ്ങളിലെല്ലാം ഇപ്പം പുതുതായിട്ട് കർഷകർക്ക് ഈ ഇളനീരിനുള്ള ഗൗരീഗാത്രം, പിന്നെ മലയൻ ഇങ്ങനെയുള്ള വെറൈറ്റി അവർ കൃഷി ചെയ്യുന്നുണ്ട്. വേണ്ട പ്രോത്സാഹനം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കർഷകരും തിരിയണം. പിന്നെ കർഷകർ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള എൻ്റെ അനുഭവത്തിൽ, തെങ്ങും വാഴയും ഒന്നിച്ച് വരരുത്. വന്നു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ വളർച്ച കുറയും, കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം കൂടുതലുണ്ടാകുന്നുണ്ട്. ഇടവള കൃഷി മറ്റെന്ത് വേണോ ചെയ്യാൻ വാഴ ഒഴിച്ച് ഒരു 15 or 20 വർഷം കഴിഞ്ഞ് തെങ്ങ് പൊങ്ങിയതിനു ശേഷം വാഴ നടാം. അത് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പേര് മനോഹരൻ നായർ, ദിവ്യ കോക്കനട്ട് നഴ്സറി എന്ന് പറയുന്നു. 94 95 56 86 19 ഇതാണ് എൻ്റെ നമ്പർ. പിന്നെ മനോഹരൻ നായർ @gmail.com എന്നൊരു ഇമെയിൽ ഐ ഡിയും ഉണ്ട്.